നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടാകുന്ന സകല ഭയങ്ങളും സംശയങ്ങളും ആകുലങ്ങളും അകറ്റുന്ന ശാന്തമായ ആത്മവിശ്വാസമാകുന്നു ദൈവസമാധാനം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ, അവിടുത്തെ ശക്തിയിൽ, അവിടുത്തെ ഉദ്ദേശത്തിൽ ആശ്രയിക്കുന്ന ഒരു ശാന്ത ഹൃദയം. ദൈവിക സമാധാനം എന്നാൽ പുറമേ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയല്ല, പിന്നെയോ ഏത് കൊടുങ്കാറ്റിലും ശാന്തതയോടെ ഉറച്ചു നിൽക്കുവാൻ കഴിയുന്ന അവസ്ഥയാണ്. ജീവസന്ദേശത്തിൻ്റെ പഠനത്തിൽ പങ്കാളികളായിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ വന്ദനം. ദൈവത്തിൻ്റെ മക്കളായി തീർന്നവരുടെ ആവശ്യങ്ങൾ ചോദിക്കുന്നതിനും മുമ്പേ അറിയുന്ന ഒരു സ്വർഗീയ പിതാവ് ഉണ്ട് എന്നും, എന്നാൽ സ്തോത്രത്തോടെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തോട് അറിയിക്കുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽ കാക്കുമെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടു. സ്വർഗീയ പിതാവിൻ്റെ കരുതലിനെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുമ്പോൾ അല്പവിശ്വാസികളെ എന്നാണ് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ അഭിസംബോധന ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ശരിക്കും വിശ്വസിച്ചാൽ നാം അവിടുത്തെ മഹത്വം എത്രയധികം കാണും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. 7-ാം വാക്യം ഇന്ന് നമ്മൾക്ക് ശ്രദ്ധിക്കാം. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പൗലോസിന് നമ്മോട് പറയുവാനുള്ള നിർദ്ദേശം നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. വളരെ സുപരിചിതമായ ആ വാക്യം എത്രയെത്ര വായിച്ചാലും നമുക്ക് മതിയാവില്ല. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത്. പൗലോസിന് നമ്മോട് പറയുവാനുള്ള നിർദ്ദേശം നമ്മുടെ ആകുല ചിന്തകളെ പ്രാർത്ഥനയാക്കി മാറ്റുക എന്നാണ്. നമുക്ക് ചിന്താകുലം കുറയ്ക്കണോ എങ്കിൽ കൂടുതൽ പ്രാർത്ഥിക്കുക. എപ്പോഴെങ്കിലും വിചാരപ്പെടുവാൻ ആരംഭിച്ചാൽ അത് അവിടെ നിർത്തിയിട്ട് പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കുക. ഏത് ചിന്താകുലം അവിടെ നിർത്തിയിട്ട് പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കുക. അനേകം ആളുകൾ ആകുല ചിന്തയിൽ നിന്നും വിടുതൽ പ്രാപിപ്പാനായി മദ്യത്തിൻ്റെയും മയക്കുമരുന്നുകളുടെയും അടിമകളായി തീരുന്നു. പല ദുർസ്വഭാവങ്ങൾക്ക് അടിമയായി തീരുന്നു. എന്നാൽ ക്രിസ്തു പറഞ്ഞത്, എൻ്റെ അടുക്കൽ വരിക, ഭാരം എൻ്റെ മേലിടുക, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും എന്നത്രേ. ആ വാക്കുകളിൽ വിശ്വസിപ്പാനും അത് പരിശോധിച്ച് നോക്കുവാനും ഇങ്ങനെയുള്ളവർ തയ്യാറാകുന്നില്ല എന്നത് എത്രയോ ശോചനീയമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ഭാവിയെക്കുറിച്ച് ചിന്താകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, നിങ്ങളുടെ ജോലിയിലുള്ള പുരോഗതി, സാമ്പത്തിക ഭദ്രത, ഒരുപക്ഷെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന കടഭാരം, ശരീരത്തെ ബാധിച്ചിരിക്കുന്ന രോഗം, ഇവയൊക്കെ ഓർത്ത് ചിന്ത ഭാരപ്പെട്ട് കഴിയുന്ന ഒരു വ്യക്തിയാകുന്നു താങ്കളെങ്കിൽ നിങ്ങളുടെ ചിന്താകുലങ്ങളെ ഏറ്റെടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്തൊരു യേശു ജീവിക്കുന്നു. താങ്കളുടെ ആകുല ചിന്തകളും ഭാരങ്ങളുമായി നിങ്ങൾ യേശുവിൻ്റെ അടുത്തേക്ക് വരുമോ? അവിടുന്ന് താങ്കൾക്കായി കരുതുന്നതാകയാൽ താങ്കളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. അവൻ നിങ്ങൾക്ക് വിടുതലും ആശ്വാസവും നൽകും. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്നത്രേ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതുമ്പോൾ അവരോട് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിലെ സകല ഭാരങ്ങളും സകല കാര്യങ്ങളും ദൈവത്തോട് പറയണം എന്നർത്ഥം. ഒന്നും വിട്ടുകളയരുത്. ജീവിതത്തിലെ ചെറുതും വലുതുമായ സകല സംഗതികളും ദൈവത്തോട് ആലോചന കഴിച്ച് നാം നിർവഹിക്കേണ്ടതാണ്. നാം ചെറിയതെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളിലും ദൈവത്തിന് താല്പര്യമുണ്ട്, അത് ഓർക്കണം. പലർക്കും ഒരു ചിന്തയുണ്ട്, എൻ്റെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ദൈവത്തോട് പറയുന്നത് എന്ന്. നമ്മുടെ വലിയ കാര്യങ്ങളും ദൈവത്തിന് നിസ്സാരമായവയാകുന്നു എന്ന് നാം മറന്നു പോകരുത്. ക്രിസ്തു വിശ്വാസികൾ എന്ന നിലയിൽ സകല കാര്യങ്ങളും പ്രാർത്ഥനയിൽ ദൈവം മുൻപാകെ കൊണ്ടുവരുവാൻ നാം ശീലിക്കേണ്ടതത്രേ. സകലവും പ്രാർത്ഥനയാലും അപേക്ഷയാലും ദൈവത്തോട് അറിയിക്കേണ്ടതാകുന്നു എന്ന് പൗലോസ് പറയുന്നു. ഒരു വ്യക്തി തൻ്റെ ഹൃദയഭാരം ഇറക്കി വെക്കുന്നത് പോലെ തൻ്റെ ഹൃദയത്തിലുള്ളതൊക്കെയും ഒരു
സ്നേഹിതനോട് പങ്കുവെക്കുന്നത് പോലെ ദൈവത്തോട് പറയുക. നിങ്ങളുടെ പ്രയാസങ്ങളെ ദൈവത്തോട് അറിയിക്കുക. അവിടുന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങളുടെ സന്തോഷം ദൈവത്തോട് പറയുക. അവൻ അതിൽ പങ്കുള്ളവനായിത്തീരും. നിങ്ങളുടെ ആഗ്രഹങ്ങളെ ദൈവത്തോട് പറയുക. അവൻ അവയെ ശുദ്ധീകരിക്കും. നിങ്ങളുടെ അനിഷ്ടങ്ങളെ അവനോട് പറയുക. നിങ്ങൾക്കിഷ്ടമില്ലാത്തവയെ അവയെ അതിജീവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. ഇനി നിങ്ങളുടെ പരീക്ഷകളെക്കുറിച്ച് അവനോട് പറയുക. അവയിൽ നിന്നും അവൻ നിങ്ങളെ കാത്തു സൂക്ഷിക്കും. നിങ്ങളുടെ ഹൃദയത്തിലെ മുറിവുകളെ അവന് കാണിച്ചു കൊടുക്കുക. അവൻ അവയെ സൗഖ്യമാക്കും. അങ്ങനെ നിങ്ങളുടെ സകല ബലഹീനതകളെയും ആവശ്യങ്ങളെയും പ്രശ്നങ്ങളെയും കർത്താവിനോട് തുറന്നു പറയുമെങ്കിൽ അനേക കാര്യങ്ങൾ പറയുവാനുണ്ടായിരിക്കും. വിഷയമില്ലാതെ നിരാശപ്പെടേണ്ടി വരില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ കലവറ കൂടാതെ ദൈവവുമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരത്രേ. എന്നാൽ നാം പലപ്പോഴും കാര്യങ്ങൾ പറയുകയും ഭാരങ്ങൾ ഇറക്കി വെക്കുകയും ചെയ്തിട്ട് പോകുമ്പോൾ നാം ഇറക്കി വെച്ച ഭാരങ്ങളെല്ലാം കൂടി എടുത്തുകൊണ്ട് പിന്നെയും പോകും. ആരോ പറഞ്ഞു, നാം എല്ലാ ഭാരങ്ങളും ഇറക്കി വെക്കും. പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ നാം എല്ലാം ഇറക്കി വെക്കും. എന്നാൽ പോകുമ്പോൾ നാം എടുത്തുകൊണ്ട് പോകുവാൻ ശ്രമിക്കും. അങ്ങനെ തത്രപ്പെട്ട് നാം എടുക്കുമ്പോൾ നമുക്ക് മുൻപേ പ്രാർത്ഥിച്ചു വെച്ച ഭാരങ്ങളുണ്ട്. മറ്റുള്ളവർ ഇറക്കി വെച്ച ആ വ്യക്തി കളഞ്ഞിട്ട് പോയ ആ ഭാരം കൂടി നാം പൊക്കിക്കൊണ്ട് പോകും. വളരെ വാസ്തവമാണല്ലേ? പലരും പ്രാർത്ഥന കഴിഞ്ഞ് ഭാരം ഇറക്കി വെച്ച് പോവുകയല്ല, കൂടുതൽ ഭാരവും പൊക്കിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അതൊരു വൈരുദ്ധ്യമാണ്. പക്ഷേ അതല്ലേ സംഭവിക്കുന്നത്? അതത്രേ നമ്മുടെ വലിയ പ്രശ്നം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, സകലത്തിനും ദൈവത്തെ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം എന്നത്രേ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, സകലത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുക എത്ര വേണ്ടത്. പ്രാർത്ഥന അന്ധകാരത്തിലേക്കുള്ള എടുത്തുചാട്ടമായി പൗലോസ് ഒരിക്കലും കരുതിയിരുന്നില്ല. ഒന്നും അറിയാതെ എടുത്തു ചാടിയേക്കാം. ഒരു അടിസ്ഥാനത്തിന്മേലാണ് അത് നിലനിൽക്കുന്നത് എന്നവൻ വ്യക്തമായി പറയുന്നു. പ്രാർത്ഥന അന്ധകാരത്തിലേക്കുള്ളൊരു കുതിച്ചുചാട്ടമല്ല. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്ന് പൗലോസ് പറയുന്നു. പ്രാർത്ഥന വിശ്വാസത്തിന്മേലും വിശ്വാസം ദൈവവചനത്തിന്മേലുമാണ് നിലനിൽക്കുന്നത്. ഒരു ആവശ്യവുമായി നാം ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവത്തിന് സ്തോത്രം കരയേറ്റേണ്ടതുണ്ട്. പൗലോസ് അത് വ്യക്തമാക്കി പറയുന്നുണ്ട്. അപ്പോഴപ്പോൾ ദൈവത്തിന് നന്ദി കരയേറ്റേണ്ടതാണെന്നും പൗലോസ് അപ്പോസ്തലൻ ഈ വാക്യത്തിൽ പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ മടങ്ങിച്ചെന്ന് നന്ദി കരയേറ്റണമെന്നല്ല ഇവിടെ പറയുന്നത്. നിങ്ങൾ ആവശ്യങ്ങൾ അറിയിക്കുമ്പോൾ തന്നെ ദൈവം പ്രാർത്ഥന കേട്ടു എന്നുള്ള ഉറപ്പിൽ അവൻ ഉത്തരം നൽകിയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യണമെന്നത്രേ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ലെങ്കിലോ എൻ്റെ അനേകം പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചിട്ടില്ല എന്ന് ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം. പ്രിയ സുഹൃത്തെ, ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകളില്ല. നിങ്ങൾ ആഗ്രഹിച്ചതിന് വിപരീതമായി ഒരു ഉത്തരമായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിച്ചത് എന്ന് മാത്രമേ ഉള്ളൂ. ദൈവം എല്ലായ്പ്പോഴും പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുന്നു. ഞാനൊരു ചെറിയ ഉദാഹരണം കൊണ്ട് ഇത് വ്യക്തമാക്കട്ടെ. എൻ്റെ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ പിതാവിന് കൃഷിയും ചെറിയ കച്ചവടവും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മക്കൾ ചോദിക്കുന്നതിനെല്ലാം പണം തരുവാൻ എപ്പോഴും കണ്ടെന്ന് വരില്ല. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ പിതാവ് കച്ചവടം ചെയ്യുന്ന സ്ഥലത്ത് കൂടിയായിരിക്കും പോകുന്നത്. അവിടെ പോയി ഒരു 10 പൈസ അല്ലെങ്കിൽ 25 പൈസ ചോദിക്കും. അന്നൊക്കെ അത് വലിയ തുകയാണ് കേട്ടോ. എൻ്റെ പിതാവ് അത് മിക്കവാറും തരും. അന്നൊക്കെ 10 പൈസ കൊടുത്താൽ എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ കിട്ടുമായിരുന്നു. ഒരു ദിവസം ഞാൻ പിതാവിനോട് പറഞ്ഞു, ഒരു സൈക്കിൾ വാങ്ങിത്തരണം എന്ന്. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ പണമില്ല. എനിക്ക് ലഭിച്ച മറുപടി ഇല്ല എന്നായിരുന്നു. ഞാൻ ഇപ്പോൾ പറയട്ടെ, എൻ്റെ പിതാവ് കേൾക്കാത്തതോ മറുപടി നൽകാത്തതോ ആയ ഒരൊറ്റ അപേക്ഷ പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. മിക്കവാറും സമയങ്ങളിൽ മറുപടി ഇല്ല അല്ലെങ്കിൽ വേണ്ട എന്നുള്ളതായിരുന്നു. വാസ്തവത്തിൽ
മാതാപിതാക്കന്മാർ തങ്ങളുടെ തീരുമാനം പറഞ്ഞിട്ടും ആ തീരുമാനം അംഗീകരിക്കാത്തത് കൊണ്ട് നമ്മുടെ ചോദ്യത്തിൽ തൂങ്ങി വാദപ്രതിവാദം നടത്തുന്ന മക്കളെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. എൻ്റെ പിതാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ പിന്നൊരു ചർച്ചയ്ക്ക് ആവശ്യമില്ല. അവനറിയാം എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത് എന്ന്. അന്ന് ഞാനങ്ങനെ ചിന്തിച്ചിരുന്നില്ല, കാരണം കൊച്ചുകുട്ടിയായിരുന്നല്ലോ. ഇന്നെനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വസ്തുത എന്തെന്നാൽ, എൻ്റെ അപേക്ഷകൾക്കില്ല എന്ന മറുപടിയാണ് മിക്കപ്പോഴും പ്രയോജനപ്പെട്ടിട്ടുള്ളത് എന്നത്രേ. ഞാൻ വീണ്ടും പറയാം, എൻ്റെ അപേക്ഷകൾക്കില്ല എന്ന് ലഭിച്ചിട്ടുള്ള മറുപടിയാണ് മിക്ക സമയങ്ങളിലും കൂടുതൽ പ്രയോജനമായിട്ടുള്ളത്. കാരണം ചോദിക്കേണ്ടത് എന്തെന്ന് എനിക്കറിയില്ല. എനിക്കിഷ്ടമുള്ളത് ചോദിക്കും, പക്ഷേ എനിക്ക് നല്ലതെന്തെന്നാൽ അതാണ് പിതാവ് നൽകുന്നത്. എൻ്റെ എല്ലാ അപേക്ഷകൾക്കും പിതാവ് മറുപടി നൽകി എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ഏതെങ്കിലും അപേക്ഷയ്ക്കില്ല എന്ന മറുപടി ലഭിക്കുമ്പോൾ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ദൈവം എല്ലായ്പ്പോഴും ഒരു ദൈവപൈതലിൻ്റെ പ്രാർത്ഥന കേൾക്കുകയും അതിനുത്തരം നൽകുകയും ചെയ്യുന്നു. ഏത് കാര്യവും ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, അത് താങ്കൾക്ക് പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ കൊണ്ട് ചെല്ലാവുന്നതത്രേ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്നാൽ ഈ വലുതും ചെറുതും എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അങ്ങനെ തിരിച്ചറിയേണ്ട കാര്യം ഇല്ല സുഹൃത്തെ. അവയെല്ലാം ദൈവത്തിന് ചെറിയ കാര്യങ്ങളാണ്. ദൈവം കരുണയും ദയയുമുള്ള പിതാവാണ്. അവിടുന്ന് നിങ്ങളുടെ നിലവിളി കേൾക്കുകയും അതിന് ഉത്തരം നൽകുകയും ചെയ്യും. ഇല്ല എന്നോ വേണ്ട എന്നോ ഉള്ള മറുപടിയാണ് അവൻ നൽകുന്നതെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തമമായ മറുപടി അതായിരിക്കും. അതിനാൽ ദൈവം താങ്കളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയില്ല എന്ന് പറയുന്നതിന് പകരം, എൻ്റെ സ്വർഗീയ പിതാവ് എൻ്റെ പ്രാർത്ഥന കേട്ടു, എന്നാൽ അവന് ഇല്ല എന്ന ഉത്തരം തരുവാനാണ് ഇഷ്ടമായത്, അവൻ എനിക്ക് നൽകിയത് അതായിരുന്നു എൻ്റെ പ്രാർത്ഥനയുടെ ശരിയായ മറുപടി എന്നാണ് നിങ്ങൾ പറയേണ്ടത്. പ്രാർത്ഥനയാലും അപേക്ഷയാലും നാം നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുകയാണ് വേണ്ടത്. ദൈവത്തോട് അറിയിക്കുക, അത് ശ്രദ്ധിച്ചോ? ആ പദപ്രയോഗം പിടിച്ചു പറിപ്പാൻ അല്ലെങ്കിൽ കടിച്ചു ഞാന്ന് അത് നേടുവാൻ ശ്രമിക്കുന്നത് എത്രയോ മോശമായിട്ടുള്ള കാര്യമാണ്. പല ആളുകളും തങ്ങളുടെ സമയം കൂടുതലും കളയുന്നത് ഇങ്ങനെ ബാലിശമായി കടിച്ച് ഞാന്ന് കാര്യങ്ങൾ നേടുവാനാണുള്ള. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. നിങ്ങളുടെ ഭാരം അത് നിങ്ങൾക്ക് വളരെ വലുതാണ്. അത് വേറെ ലോകത്തിൽ ആർക്കും അത്രയും വലുതായി തോന്നിയെന്ന് വരില്ല. എന്നാൽ ആ സമയത്ത് പോലും നാം വളരെ വ്യക്തമായി ചിന്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നവരാകണം. നിങ്ങൾ ഒരു പിതാവോ മാതാവോ ആകുന്നു എങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനോട് നിങ്ങൾ അവരുടെ ആവശ്യങ്ങളോട് പ്രതികരിക്കുന്നത് എപ്രകാരമാണോ അപ്രകാരം ദൈവം നിങ്ങളോട് ഇടപെടുന്നു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ദൈവം അങ്ങനെ പ്രതികരിക്കുന്നു എന്ന വിധത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കരുതോ? സ്നേഹവാനായ പിതാവാണ് നമ്മുടെ ദൈവം. അവിടുന്ന് നമ്മുടെ സകല കാര്യങ്ങളും നാം ചോദിക്കുന്നതിന് മുൻപേ അറിയുന്ന ദൈവമാണ്. അവനെ മനസ്സ് മാറ്റിയെടുത്ത് അവൻ്റെ കയ്യിൽ നിന്നും കാര്യങ്ങൾ സാധിക്കുവാനുള്ളൊരു ശ്രമമല്ല പ്രാർത്ഥന. പിന്നെയോ നാം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ചിന്താഭാരം ഇറക്കി വെക്കുവാനാണ്. അവിടുന്ന് അറിയുന്നു, അവനറിയാം നമുക്കെന്താണ് ആവശ്യമെന്ന്, അതെപ്പോഴാണ് വേണ്ടതെന്നും അവനറിയാം. നമ്മുടേതായ സാഹചര്യത്തിൽ നമുക്ക് ആവശ്യമുള്ളത് മനസ്സിലാക്കി അത് തരുവാൻ അവൻ മതിയായവനാണ്. നാം ചോദിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് നല്ലതെന്ന് തോന്നുന്നതാകാം, പക്ഷേ അവൻ നൽകുന്നത് നമുക്ക് ഏറ്റവും ബെസ്റ്റാണ്. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് നമ്മുടെ ഭാരം അവൻ്റെ മേൽ ഇറക്കി വെച്ച്, കർത്താവേ നിൻ്റെ ഹിതം നിറവേറണമേ, ഈ പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ശരിയായ അല്ലെങ്കിൽ പ്രയോജനകരമായ ഒരു മറുപടി നൽകുവാൻ തടസ്സമായി എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. ഞാൻ ഈ ദുസ്ഥിതിയിലൂടെ ഈ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നത് നിൻ്റെ ഹിതമെങ്കിൽ കർത്താവേ അതെനിക്ക് മനസ്സിലാക്കി അതിനെ പരിഹരിക്കുവാൻ അവിടുന്ന് എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിപ്പാൻ സാധിക്കണം.
ദൈവത്തോട് നമ്മുടെ ഭാരങ്ങളെ അറിയിക്കുക. അങ്ങനെ അറിയിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് 7-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്. ആ ഭാഗം നമുക്കൊന്ന് നോക്കാം. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന മറ്റു വിധത്തിലുള്ള സമാധാനത്തെക്കുറിച്ച് ദൈവവചനം പറയുന്നുണ്ട്. ലോക സമാധാനത്തെക്കുറിച്ച് തിരുവചനത്തിൽ ഒരിക്കൽ സമാധാനം ഭൂമിയിൽ നിറയുമെന്ന വിശ്വാസമാണ് നമുക്കുള്ളത്. സമാധാന പ്രഭുവായ യേശു ക്രിസ്തുവിൽ കൂടിയാണ് സമാധാനം ഭൂമിയിൽ വാഴുവാൻ പോകുന്നത്. പാപങ്ങൾ ക്ഷമിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സമാധാനമാണ് മറ്റൊരു സമാധാനം. നാം വായിക്കുന്നു റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്, അത് ദൈവത്തോട് നിരപ്പുണ്ട് എന്ന് പറയുന്നത് കുറെ കൂടെ വ്യക്തമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇതെല്ലാം മനോഹരമായ സമാധാനമാണ്. എന്നാൽ അത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനമല്ല. പ്രത്യേകമായ സമയങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ അനുഭവമാകുന്ന സമാധാനത്തെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് വർണ്ണിക്കുവാൻ കഴിയുകയില്ല. ഈ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കുന്നതാണ്. ആകുല ചിന്തയോടെയാണ് ഈ ഭാഗം നാം ചിന്തിക്കുവാൻ ആരംഭിച്ചത്. എന്നാൽ സമാധാന ചിന്തയിലേക്കാണ് അത് നമ്മെ നടത്തുന്നത്. ഇതിൻ്റെ രണ്ടിനും മധ്യത്തിൽ എന്താണുള്ളത്? പ്രാർത്ഥന. മനോഹരമായിരിക്കുന്നില്ലേ? സാഹചര്യത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടായോ? വാസ്തവത്തിൽ അപ്രകാരമല്ല സംഭവിക്കുന്നത്. കൊടുങ്കാറ്റ് ഇപ്പോഴും ശക്തിയായി അടിച്ചുകൊണ്ടിരിക്കുന്നു. തിരമാലകൾ ഇളകിമറിയുന്നുണ്ട്. ഇടിമുഴക്കങ്ങൾ ഇപ്പോഴും തകർത്ത് കേൾക്കുവാൻ കഴിയുന്നുണ്ട്. കൊടുങ്കാറ്റ് നീങ്ങിപ്പോയില്ലെങ്കിലും ദൈവവൈതലിൽ എന്തോ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു. സമാധാനം എന്നതിനാൽ ആത്മാവിലെ സ്വാസ്ഥ്യം അഥവാ നിർവൃതി എന്നൊക്കെ പറയാവുന്നതാണ്. സമാധാനത്തിൻ്റെ ദൈവം എന്ന പ്രയോഗം ബൈബിളിൽ വളരെയേറെ സ്ഥലത്ത് നാം കാണുന്നുണ്ട്. സമാധാനത്തിൻ്റെ ദൈവം തന്നിൽ തന്നെ തികഞ്ഞ സ്വാസ്ഥ്യമുള്ളവൻ എന്ന അർത്ഥത്തിലാണ് സമാധാനത്തിൻ്റെ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത്. അവനിൽ ആകുലതയൊന്നുമില്ല, ഭയമൊന്നുമില്ല, ചിന്താഭാരമൊന്നുമില്ല, സംശയമൊന്നുമില്ല, തികഞ്ഞ ശാന്തത മാത്രം. അവിടുത്തെ നിയന്ത്രണത്തിലാണല്ലോ എല്ലാം. അവിടുന്ന് ശാന്തതയുടെ ഉറവിടമാകുന്നു. വസ്തുനിഷ്ഠമായി പറഞ്ഞെന്നാൽ നമുക്ക് ദൈവവുമായുള്ള ബന്ധത്തെയാകുന്നു സമാധാനം കാണിക്കുന്നത്. നിരപ്പ് എന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ്. പാപികളായ നമ്മെ, ശത്രുക്കളായ നമ്മെ, ദൈവത്തിൻ്റെ പ്രകൃതത്തിന് ഒരു വിധത്തിലും യോജിക്കാത്ത പ്രകൃതം ഉള്ള നമ്മെ ദൈവത്തിൻ്റെ പ്രകൃതത്തിന് കൂട്ടവകാശികളാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയാണ് ഈ പറഞ്ഞ നിരപ്പ്. ഇനിയും ആത്മനിഷ്ഠമായി പറഞ്ഞാൽ സമാധാനം എന്നാൽ ദൈവവുമായി സമാധാനം ഉള്ളതിനാൽ ജീവിതത്തിൽ മൊത്തം അനുഭവിക്കുവാൻ സാധിക്കുന്ന ശാന്തത, സ്വാസ്ഥ്യമാകുന്നു. ദൈവിക സമാധാനം നമ്മിൽ നിറയുന്ന അവസ്ഥയാണത്. അവനുള്ളതെല്ലാം നമുക്കുള്ളതെന്ന് നമുക്കുറപ്പുണ്ടാകുന്ന സ്ഥിതിയാണത്. അവിടുന്ന് നമ്മുടെ പിതാവാണ്, നമ്മുടെ സംരക്ഷകനാണ്, നമ്മുടെ കർത്താവാണ്, നമ്മുടെ നാഥനാണ്. ഈ ഉറപ്പിനാൽ ഹൃദയം നിറഞ്ഞ് കവിയും. നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടാകുന്ന സകല ഭയങ്ങളും സംശയങ്ങളും ആകുലങ്ങളും അകറ്റുന്ന ശാന്തമായ ആത്മവിശ്വാസം അതെത്ര ആശ്വാസകരമാണ്. അതത്രേ ഈ പറയുന്ന ദൈവസമാധാനം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ, അവിടുത്തെ ശക്തിയിൽ, അവിടുത്തെ ഉദ്ദേശത്തിൽ ആശ്രയിക്കുന്ന ഒരു ശാന്തഹൃദയം. ദൈവിക സമാധാനം എന്നാൽ പുറമേ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയല്ല.
പിന്നെയോ ഏത് പ്രശ്നത്തിൻ്റെ നടുവിലും, ഏത് കൊടുങ്കാറ്റിലും, ഏത് തിരമാലയിലും ശാന്തതയോടെ ഉറച്ചു നിൽക്കുവാൻ കഴിയുന്ന അവസ്ഥ. ഞാൻ ഇങ്ങനെ കുറേ സിദ്ധാന്തങ്ങൾ പറയാതെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിൽ ദാനിയേലിനെ സിംഹങ്ങളുടെ കുഴിയിൽ ഇടുന്നതായ സംഭവം നാം വായിക്കുന്നു. ബാബിലോണിലെ രാജാവായിരുന്ന ദാര്യാവേശാണ് ഈ സമയത്ത് ഭരണം നടത്തിയിരുന്നത്. ദാര്യാവേശിന് ഏറെ പ്രിയങ്കരനായിരുന്ന ദാനിയേലിനെ തൻ്റെ സഹപ്രവർത്തകർക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല. അവർ അസൂയയോടെ അവനെ കണ്ടിരുന്ന ഒരു കാലമാണ്. പക്ഷേ അവൻ്റെ നേരെ യാതൊരു കുറ്റവും ആരോപിക്കുവാൻ അവർക്കുണ്ടായിരുന്നില്ല. അവൻ്റെ ഭക്തിയല്ലാതെ മറ്റൊരു കുറ്റവും ആരോപിക്കുവാൻ ഇല്ലാതിരുന്നതിനാൽ അവർ മെനഞ്ഞ ഒരു തന്ത്രത്തിൽ രാജാവ് പോലും വീണുപോയി. ഒടുവിൽ താൻ കൽപ്പിച്ച കൽപ്പന തനിക്ക് ലംഘിക്കാൻ കഴിയില്ലല്ലോ എന്നതുകൊണ്ട് രാജാവ് മനസ്സില്ലാ മനസ്സോടെ ദാനിയേലിനെ സിംഹങ്ങളുടെ കുഴിയിൽ ഇട്ടു. സ്വാഭാവികമായി ഏതൊരു വ്യക്തിയും അതുപോലൊരു സാഹചര്യത്തിൽ ആകെ ചിന്താകുലത്തിലാകാമായിരുന്നു. ഒരു സിംഹത്തെ പേടിച്ച് അതിൻ്റെ മുൻപിൽ നിന്നും മാറുന്നത് മറ്റൊരു സിംഹത്തിൻ്റെ മുൻപിലേക്കായിരുന്നു. അങ്ങനെ രാത്രി മുഴുവനും വേണമായിരുന്നെങ്കിൽ ആകുല ചിന്തയിൽ ആ സിംഹങ്ങളുടെ ഗുഹയിൽ പേടിച്ചരണ്ട് ഇരിക്കാമായിരുന്നു ദാനിയേലിന്. പക്ഷേ നാം എന്താണ് കാണുന്നത്? നേരം വെളുക്കുന്നതിന് മുൻപ് രാജാവ് ദാനിയേലിനെ അന്വേഷിച്ചു വരുമ്പോൾ ദാനിയേൽ വളരെ കൂളായി, വളരെ സന്തോഷത്തോടെ, സമാധാനത്തോടെ പറയുകയാണ്, രാജാവേ, സിംഹങ്ങൾ എനിക്ക് യാതൊരു കേടും വരുത്തിയില്ല. എൻ്റെ ദൈവം എന്നെ ഈ സിംഹങ്ങളുടെ ഗുഹയിൽ കാത്തു പരിപാലിച്ചു. നോക്കണേ സമാധാനം. വലിയ പ്രതിസന്ധി നേരിട്ടപ്പോഴും ദാനിയേൽ സ്വസ്ഥനായിരുന്നു. അല്ല എങ്കിൽ അതിനകത്താകെ ആകുല ചിന്തയിൽ ഓടി നടന്നേനെയും. എന്നാൽ രാജാവിൻ്റെ സ്ഥിതി നോക്കിക്കേ. അവൻ ഈ ഭൂമിയിൽ ലഭിക്കാവുന്ന എല്ലാ സുരക്ഷിതത്വവും, എല്ലാ വിനോദങ്ങളും, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരുന്നിട്ടും, സകല ആഡംബരങ്ങളിലും ആയിരുന്നിട്ടും ഒരു നിമിഷം പോലും ഉറങ്ങുവാൻ സാധിച്ചില്ല എന്നാണ് അവൻ തന്നെ പറയുന്നത്. അതുകൊണ്ടാണല്ലോ നേരം പുലരുന്നതിന് മുൻപേ അവൻ ദാനിയേലിനെ അന്വേഷിച്ചിറങ്ങിയത്. അപ്പോൾ ദാനിയേൽ ആയിരുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ അവന് ദൈവിക സമാധാനം ഉണ്ടായിരുന്നു എന്നതാണ് അവനെ സ്വസ്ഥമായിരിക്കുവാൻ സഹായിച്ചത്. രാജാവിന് ബാഹ്യമായ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും അസ്വസ്ഥനായിരുന്നു, സമാധാനമുണ്ടായിരുന്നില്ല. ദൈവം നമ്മുടെ ചുറ്റുപാടിനെ രൂപാന്തരപ്പെടുത്തണമെന്ന് നാം നമ്മുടെ ആകുല ചിന്തയിൽ ആഗ്രഹിക്കുന്നു. ഇപ്രകാരം സംഭവിപ്പാൻ അനുവദിക്കരുത്, എനിക്കിത് നൽകുക, ഈ വാതിൽ എനിക്ക് തുറന്നു തരിക എന്നൊക്കെ നാം ദൈവത്തോട് പറയുന്നു. എന്നാൽ ദൈവമേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. ജീവിതത്തിൽ ശക്തിയുടെ രഹസ്യം പ്രാർത്ഥനയാണ്. ആകുല ചിന്തയോടെ ആരംഭിക്കുന്ന നമുക്ക് സമാധാനത്തോടെ പുറത്തു വരുവാൻ സാധിക്കുന്നു. ശക്തിയുടെ ഉറവിടം സന്തോഷവും ശക്തിയുടെ രഹസ്യം പ്രാർത്ഥനയുമാണ്. എത്ര മനോഹരമായിരിക്കുന്നില്ലേ? ആകുല ചിന്തയോടെ ദൈവസന്നിധിയിൽ പോയി തങ്ങളുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനമാണ്. അത് എപ്രകാരമാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടോ? ഈ സമാധാനം ദൈവസമാധാനമാണ്. മാത്രമല്ല, ദൈവസമാധാനം സകല ബുദ്ധിയെയും കവിയുന്നതാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, സകല ബുദ്ധിയെയും കവിയുക എന്ന് പറഞ്ഞാൽ ആർക്കും അത് വിശദീകരിക്കാൻ സാധിക്കില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല, എക്സ്പീരിയൻസ് ചെയ്യാനേ സാധിക്കൂ. ആർക്കും അത് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ ആർക്ക് വേണമെങ്കിലും അതെ ദൈവസന്നിധിയിൽ തങ്ങളുടെ സകല ചിന്താകുലവുമായി കടന്നു ചെന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ആർക്ക് വേണമെങ്കിലും അത് അനുഭവിക്കുവാൻ സാധിക്കും, എക്സ്പീരിയൻസ് ചെയ്യുവാൻ സാധിക്കും. അത് വിശദീകരിക്കുവാൻ സാധിക്കില്ല, അനുഭവിക്കുവാൻ സാധിക്കും. ഇന്ന പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ നിങ്ങൾ അത്ര ശാന്തമായി കണ്ടല്ലോ,
അതിന് കാരണം എന്ത് എന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചിട്ടുള്ള അവസരമില്ലേ? അല്ല, അങ്ങനെയുള്ളവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഭയാനകങ്ങളായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ വേദന കടിച്ചു തിന്ന് ഓരോ സെക്കൻഡും കഴിഞ്ഞുകൂടേണ്ടി വരുന്ന സാഹചര്യത്തിലും പുഞ്ചിരിയോടെ കഴിഞ്ഞുകൂടുന്ന ദൈവമക്കൾ, സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം. അതിൻ്റെ പിൻപിലെ രഹസ്യം എന്താകുന്നു എന്ന് ചോദിച്ചാൽ പറയുവാൻ സാധിക്കുന്നില്ല. അത് കാണുന്ന ആളിന് മനസ്സിലാക്കുവാനും കഴിയില്ല. കാരണം അത് സകല ബുദ്ധിയെയും കവിയുന്നതാണ്. എന്നാൽ ഒന്ന് സത്യമാണ്, ആ സമാധാനം, ആ ശാന്തത, അത് ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരു ദൈവവൈതലിന് അനുഭവിക്കുവാൻ സാധിക്കും. മുഖത്ത് നോക്കി ദുഷിക്കുന്ന, പഴി പറയുന്ന, ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത കാര്യം നമ്മുടെ മേൽ ആരോപിക്കുന്ന ആ വ്യക്തിയോടും സ്നേഹത്തോടും പുഞ്ചിരിയോടും കൂടെ ഇടപെടുവാൻ സാധിക്കുന്നത് സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം ഒന്നുകൊണ്ട് മാത്രമല്ലേ? അത് പ്രാപിക്കുവാൻ സാധിക്കുന്നത് പ്രാർത്ഥനയിൽ തങ്ങളുടെ സകല കാര്യങ്ങളും ദൈവത്തോട് അറിയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ്. പ്രാർത്ഥനയുടെ മഹാത്മ്യം മനസ്സിലായോ? എങ്ങനെങ്കിലും ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചു പറിപ്പാനുള്ള ഒരു പ്രവണതയല്ല പ്രാർത്ഥന. പിന്നെയോ നമുക്ക് ദൈവം തന്നിട്ടുള്ള സാഹചര്യങ്ങളെ ഏറ്റവും ഭംഗിയായി ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ആ സ്ഥിതിയാണ്. വിചാരപ്പെടൽ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നാൽ ഒരിക്കലും അങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുവാൻ സാധിക്കില്ല. ജീവിതത്തെ ഒന്ന് സ്വയപരിശോധന ചെയ്ത് നോക്കിക്കാട്ടെ. വിചാരപ്പെടലുകൾ പോകട്ടെ, പ്രാർത്ഥനയുണ്ടാകട്ടെ, സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. ആത്മാവിൽ ലഭിക്കുന്ന ഉറപ്പും സമാധാനവുമാണ് ബുദ്ധി പറയുന്ന കാര്യങ്ങളെക്കാൾ നിശ്ചയമായിരിക്കുന്നതെന്ന് അതനുഭവിക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെയെന്ന ഇസഹാക്കിൻ്റെ ചോദ്യത്തിന് ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരാട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന അബ്രഹാമിൻ്റെ മറുപടിയിൽ ഈ സമാധാനം നമ്മൾക്ക് ദർശിക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നാം അത് കാണുന്നു. ദൈവത്തോട് കാര്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കുന്ന ഒരു ദൈവവൈതലിന് ആകുലപ്പെടേണ്ട ആവശ്യമില്ല. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതാകുന്നു നമ്മെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വീണ്ടും കൂടി വരുന്നത് വരെയും കർത്താവ് നിങ്ങളെ കാക്കട്ടെ.